ഹലോ ഗൈസ്, നമ്മളിന്ന് പട്ടിയൊക്കെ ചോറും കൊണ്ട് വന്നു. കൃത്യസമയത്ത് ഞങ്ങൾ ചോറുപാട്ട് വന്നതാണ്. ഇന്നിപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുവാണ്. മഴയൊക്കെ ഒന്ന് തോന്നു വരുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുമായിരുന്നു. താമസിച്ചൊന്നും കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ വന്നിട്ടുണ്ട്. ഇന്ന് ചിക്കനും ഒക്കെയാണ് സ്പെഷ്യൽ. അവരെ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല കുറച്ച് നാൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ തടി ഒന്ന് പാലം പോലെ ആക്കണം. ഡോണ് ശരിക്കും മോശമായെന്നാണ് എല്ലാവരും പറയുന്നത്. അത് എല്ലാവരും പറയല്ല, നമുക്ക് തന്നെ അറിയാം. ഡോണ് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. അവനും ടെൻഷനാണ്. അവനും അമ്മച്ചിയെ കാണാൻ തന്നെ ടെൻഷൻ അവനും ഉണ്ട്. അവനെപ്പോഴും ആ കുഴി നമ്മൾ അടക്കം ചെയ്തെടുത്ത് പോയി നിൽക്കാറുണ്ട്. അവനും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിങ്കി ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുക. ഇറച്ചിയുടെ മണം അടിച്ചുകൊണ്ട് ഡോൺ എണീറ്റ് വന്നതാണ്. നല്ലോണം തോന്നി ഇന്നത്തെ ഉടനെ വൃത്തിയാക്കണം. അവരെ ഇവിടുന്ന് അഴിച്ച് അപ്പുറത്തോട്ട് അതുകൊണ്ട് കെട്ടണം. അപ്പുറമൊക്കെ ചെളിയുണ്ട്, അലമ്പാവും അവരുടെ ദേഹമൊക്കെ. അതുകൊണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ടും മാറ്റാത്തത്. വെള്ളം കെട്ടിക്കിടന്നിട്ട് ചെളിയാണ്. അവരതിനകത്തെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ അവരുടെ ദേഹം എല്ലാം അഴുക്കാവും. ഇവിടെ ആകുമ്പോൾ ഇപ്പം കുളിപ്പിച്ചില്ലേലും ശരീരം നല്ല വൃത്തിയാണ്. ചിക്കൻ്റെ പീസുകളാണ്. ഡോണത് തപ്പിപ്പറക്കാനായിട്ട് ഇരിക്കുന്നത്. അവനെ ഓടി നടന്ന് എല്ലാവരും തിന്നുന്ന പണിയാണ്. ചിക്കൻ്റെ പീസ് ഡോണിന് കൂടുതൽ കൊടുക്കുക. അവനാണ് തടി വരേണ്ടത്. പങ്കിയും പിങ്കിയും പങ്കിക്ക് നല്ല പ്രായമുണ്ട്. നമുക്ക് 10 വയസ്സോളം ഉണ്ട്. പങ്കിക്ക് 10 വയസ്സുള്ള ആളാണ്. നമ്മൾ കണ്ടാൽ കുഞ്ഞായിട്ട് തോന്നെങ്കിൽ അവർക്ക് 10 വയസ്സുണ്ട്. പങ്കിയുടെ കൂടെ തന്നെ ഇതേപോലെ തന്നെ ഒരു ഇതിൽ തന്നെ പിങ്കിയും വേറെ ഉണ്ടായിരുന്നു. അയാൾ ചത്തുപോയി. 2 പേരെ നമുക്ക് കിട്ടിയത്. ഇവർ വലിയ തടിയൊന്നും വെക്കുന്ന ആൾക്കാരല്ല. ഈ സൈസാണ്. 10 വയസ്സുണ്ട്. തടി ഇത്രയേ ഉള്ളൂ. നമ്മൾ വരെ ഇളക്കുന്ന മരുന്നൊക്കെ മേടിച്ചു കൊടുത്തെല്ലാം നോക്കുന്നതാണ്. അവർക്ക് തടി വെക്കത്തില്ല. ഈ ടൈപ്പാണ്. 10 വയസ്സുണ്ട്. കണ്ടാൽ കുഞ്ഞാണെന്നെങ്കിലും വയസ്സ് 10 ഉണ്ട്. പിങ്കി പിന്നെ 2 വയസ്സേ ഉള്ളൂ. കാക്കയും വന്നിട്ടുണ്ട് കൃത്യമായിട്ട്. ഇന്ന് കാക്ക കുറച്ച് കൂടുതലുണ്ട്. നമ്മുടെ കാക്ക ഇരുന്നാണ്ടോണ്ട് ബാക്കിയുള്ളവരും വന്നേന്ന് തോന്നുന്നു. തിന്നാൻ ഇറങ്ങുന്നില്ല. ഡോണിനെ പേടിച്ചോണ്ടിരിക്കുക. നമ്മുടെ ബെല്ലയെ കണ്ടിട്ട് ഓരോരുത്തർ മെസ്സേജൊക്കെ ഇട്ടായിരുന്നു. ബെല്ലെ നമ്മൾ ഇടയ്ക്കിടെ പോയി നോക്കാം. അവിടെയും ആളില്ല. പുള്ളിക്കാരൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പുള്ളി പക്ഷെ പെരക്കകത്തിട്ട് നല്ലോണം നോക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് പോവാം. പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പോയി ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. വല്ല വരാനായിട്ട് നിൽക്കുമായിരുന്നു നമ്മളെ കണ്ടപ്പോൾ. നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വല്ല ഇപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്താൻ പറ്റുന്ന ഇതല്ല. അതുകൊണ്ടാണ് വല്ല നമ്മൾ അവിടെ നിർത്തിയത്. ഇവരുടെ കാര്യമൊക്കെ നോക്കി ഒന്ന് ഇതാകാം. ഇതെല്ലാം കഴിക്കുന്നു. കാത്തിരുന്നായിരുന്നു. നമ്മളിപ്പം എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും 2 മണിക്കുള്ളിൽ ഇവിടെ വന്നിരിക്കും. അവർക്ക് ചാപ്പാട് കൊണ്ട്. അതുകൊണ്ട് അത് കണക്കാക്കിയുള്ള ഓട്ടോ ദൂരോട്ടോ ഒക്കെ പോകുന്നോളിപ്പോൾ. അവരെ നോക്കേണ്ട ഇതുള്ളത് കൊണ്ട്, ചാപ്പാട് കൊടുക്കേണ്ട കാര്യങ്ങളുള്ളത് കൊണ്ട് അത് കണക്കാക്കി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പിങ്കിയുടെ തൊടല് ഉരുക്കി വെച്ചേക്കുക. ചുരുക്കി അപ്പം അത് കുരുങ്ങി കിടന്നു കഴിഞ്ഞാൽ അവർക്ക് താഴെ ഇറങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ അതൊന്ന് കുരുക്കഴിച്ചെടുത്ത് വിടാമെങ്കിൽ താഴെ ഇറങ്ങാം.
എല്ലും കഷ്ണം താഴെ ഇട്ടിട്ട് കടിച്ചു കളിക്കുന്നു. അല്ലാതെ കുരുക്കി അത് ചുരുക്കി വെച്ചേക്കും. അന്നേരം ഇറങ്ങാൻ വലിയ പാടായിരിക്കും. നമുക്ക് തൂറാനും പെടുക്കാനൊക്കെ ഇറങ്ങണമെങ്കിൽ തുടലിന് നീളം വേണം. അത് തന്നെ കുരുക്കി 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 വെച്ചേക്കും. കുരുക്കൊന്ന് അഴിച്ചു വിട്ടാലേ നല്ല നീളം കിട്ടും. അന്നേരം തന്നെ അങ്ങ് ഇറങ്ങിക്കോളും താഴോട്ട്. രണ്ട് തുടൽ ജോയിൻറ്റ് ചെയ്തിട്ടേക്കുന്നത്, അതുകൊണ്ടായി കുരുങ്ങുന്നത്. പിങ്കിച്ചിക്ക് 2 വയസ്സായതുള്ളൂ. ഡോണിന് 3 വയസ്സ്. പങ്കിക്ക് 10 വയസ്സായി. കണ്ടാൽ പറയത്തില്ല, അതിൻ്റെ മൂത്തതാ പങ്കി. പങ്കിക്ക് അതിൻ്റെ ഇതൊന്നുമില്ല. 10 വയസ്സായ നിന്നെക്കാട്ടിലും മൂത്തതാ പങ്കി. ഡോണിൻ്റെ ഇത് വയറൊക്കെ ചൊട്ടിക്കിടക്കുക. അവന് ഇച്ചിരി മോശമായിട്ടുണ്ട്, നല്ലപോലെ മോശമായിട്ടുണ്ട്. മറ്റേത് അവൻ നിന്ന് കഴിഞ്ഞാൽ ആര് കണ്ടാലും ഒന്ന് പേടിക്കുമായിരുന്നു. നമ്മുടെ CID മൂസായിക്കാത്ത പട്ടിയുടെ കൂട്ടായിരുന്നു. നല്ല തടിയായിരുന്നു, നല്ല അതിനനുസരിച്ചായിട്ട് മേച്ചും നല്ല ഇതായിരുന്നു. തുണിയൊക്കെ വിരിച്ചിട്ട് കൊടുക്കുക. വിരിച്ചിട്ട് കൊടുത്താലും രാവിലെ വരുമ്പോഴത്തേക്ക് അതെല്ലാം വലിച്ചു വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കിളക്കും. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാവും. അതാണ് അവരുടെ പരിപാടി. ഇച്ചിരി മര്യാദയ്ക്ക് കിടക്കുന്ന പിങ്കി മാത്രമേ ഉള്ളൂ. തുണിയിട്ട് കൊടുത്താൽ അവൾ അതിനകത്ത് കിടക്കും. ഡോണും കിടക്കും. അവന്റെ തുണി പങ്കി വലിച്ചെടുത്തോണ്ടു. മഴ നല്ലപോലെ തോന്നിട്ട് വേണം ഇവരൊക്കെ കുളിപ്പിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ രോമം വാടയെടുക്കും. ഡോണിന് നല്ല ഈരിയം വേണം, അവന് ചടക്കാവും. എല്ലാം ചെയ്യണമെങ്കിൽ പിങ്കിക്ക് നല്ലപോലെ രോമമുള്ളത്. അവിടെയും ഇതൊക്കെ ഈരണം, വാലുമൊക്കെ ഈരണം. ഇത് മഴയൊന്ന് തോന്നുന്നു കുളിപ്പിച്ചിട്ട് വേണം. പിങ്കി അവിടെ സീറ്റെല്ലാം കിടക്കും. അവളും അതിന് കുഴപ്പമില്ല. കുഴി ഉറക്കുന്ന പണി മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല. അറന്താൻ കുഴി ഉറക്കുമെന്നുള്ളൂ. ഓനെല്ലാം നോക്കുക എന്താ ചെയ്യുന്നത്. ചോറ് കൊടുത്ത് കുറച്ച് നേരം ഞങ്ങളവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പോരും. പിന്നെ ചില ദിവസം രാവിലെ പോവും. ഇറങ്ങി ഓടാനൊന്നും നോക്കില്ല. ഇവരുടെ അങ്ങനത്തെ ഇതാണ്. ഓണിനെ പേടിച്ച് അടച്ചിരുന്നു. അവനങ്ങനെ ഇറങ്ങി പോകത്തില്ല. എന്നാലും അങ്ങനെ പോകരുതല്ലോ എന്ന് ചോറെടുത്തിരുന്നു. എത്തിത്തീറ്റു കേട്ടോ. ഇറച്ചി അടപ്പുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അവനത് അടിച്ചു മാറ്റാനായിട്ട് പോയത്. അവൻ്റെ കാലേ നമ്മൾ മരുന്നിട്ട് കൊടുക്കില്ല. മരുന്നിട്ട് കൊടുക്കും. പിന്നെ മുഴുവന് മരുന്നിട്ട് കൊടുക്കണം. പിങ്കിയുടെയും കാലിച്ചിരി മുറിഞ്ഞിരിപ്പുണ്ട്. അതിന് വെച്ച് മരുന്നിട്ട് കൊടുക്കുക. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന ഓയിൽമെൻറ്റാണ്. അത് ഡോണിൻ്റെ കൈ വയ്യാതിരുന്ന സമയത്ത് മുറിവിന് ഇടാൻ. അവിടെ എന്താ പറ്റിയെന്നറിയത്തില്ല. ചെറുതായിട്ടൊന്ന് മുട്ട് അവിടെ അങ്ങനെ ഇടിച്ചായിരിക്കും. അല്ല തമ്മി കടിച്ചൊന്നും മുറിച്ചായിരിക്കത്തില്ല. അവിടെ എവിടെയെങ്കിലും ഇടിച്ചാണ്. ഇടിച്ചിട്ട് മുറിഞ്ഞതാണ്. നമ്മളത് നോക്കിയില്ലെങ്കിൽ മുറിവ് അത് വലുതാവും. ഇവർക്കൊക്കെ പെട്ടെന്ന് പ്രശ്നം ഉണ്ടാകുന്നതാണ്. വേറെ എങ്ങും ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം മരുന്നിട്ട് മുറിവൊക്കെ നോക്കൂ. ഡോണിൻ്റെ ആയാലും മരുന്നിട്ട് കൊടുക്കില്ല. അവന് പ്രത്യേകിച്ച് മുറിവായിട്ടൊന്നുമല്ല. അവൻ നക്കി തൊലി രോമം പോയതാണ്. എന്നാലും അവിടെ അഴുക്കൊന്നും കയറി പഴുക്കാനോ
ഒന്നും സമ്മതിക്കരുതല്ലോ. അപ്പം ഈച്ചയൊന്നും തോണ്ടായിരിക്കാൻ ഓയിൻമെൻറ്റ് നമ്മൾ ഡെയിലി ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. അവനിപ്പം വലിയ മുറിവുണ്ടായിട്ട് നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി അവനെ കൊണ്ടുവന്നതാണ്. അവൻ്റെ കൈക്ക് പേൻ നോക്കി കൊടുക്കും. ഇവിടെ ആയിരുന്നു നേരത്തെ ഒരു ഞൊണല് പോലെ വന്നിട്ട് പൊട്ടി വലിയ ഒരു മുറിവായി, വലിയൊരു ഹോള് പോലെ ആയി. എന്നിട്ട് അതിനകത്ത് പുഴു കയറിയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിയൊക്കെ വെച്ചാണ്, നല്ല വലിയൊരു മുറിവായിരുന്നു. എന്താ തിരിയൊക്കെ വെച്ച് അത് ഇതാക്കിയത്. അതാ പാട്. അത് ഡെയിലി കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യുമായിരുന്നു. തുടർന്നും ഇല്ല, അതാ പാടാ, അന്നത്തെ പാടാ. ഇത് വലിയ ഓളായിരുന്നു, അതിനകത്ത് പുഴു കയറിയായിരുന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് കുറേ ദിവസം കൊണ്ടുപോയി പൊറിപ്പിച്ച് അന്നേ ഈ ഓയിൽമെൻറ്റ് എവിടെയെങ്കിലും ചെറിയ ഇത് കാണുമ്പോഴേ ഇടാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പങ്കി പിന്നെ മുറിയും ചതവും ഒന്നും ഉണ്ടാകത്തില്ല. ഇയാൾക്ക് പ്രായം പെട്ടെന്നറിയാം. ഇയാളെ കണ്ണിലോട്ട് നോക്കിയാൽ കൺപീലിയൊക്കെ പോയിട്ടുണ്ട്. 10 വയസ്സ് കഴിഞ്ഞ ആളാണ്. നമ്മൾ ഇതൊന്നും ഇല്ലാതെ നോക്കുന്നതുകൊണ്ടാണ്. നമുക്ക് വേറൊരാളുണ്ടായിരുന്നു, 15 വയസ്സ് വരെ ഉണ്ടായിരുന്നു, ടൈഗർ. 15 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് അവൻ മരിച്ചത്. നമ്മൾ പിള്ളേരെ നല്ല രീതിയിലാണ് നോക്കുന്നത്, അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. അവരുടെ ആ സ്നേഹം മാത്രം നമുക്ക് കാണുമ്പോൾ. അപ്പോൾ എല്ലാം കാണാൻ പോയപ്പോൾ ഉള്ള ആ വീഡിയോ വല്ലാത്ത ഒരു ഇതായിരുന്നു. എല്ലാവരും അത് പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മളെ വിളിച്ചും പറയുന്നുണ്ട്. അവള് നമ്മുടെ കൂടെ ഇനി വരാനായിട്ട് സുഹൃത്തിയിലങ്ങ് നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും ഷെയറും ഒക്കെ